നിറകുടമാണല്ലോ. ഇത് എവിടെ പോയി എടുത്തു? എവിടുന്നായാലും നിനക്കെന്താ? നിന്നെ പോലെയുള്ള ദുഷ്ടതരമൊന്നും മറ്റുള്ളവർക്കില്ല. ഞാൻ ഈ കുടവായിട്ട് പോകുന്ന കണ്ടപ്പോ ഒരു സ്ത്രീ വിളിച്ച് കാര്യം ചോദിച്ചു. ഞാൻ സത്യം പറഞ്ഞു. അപ്പൊ അവരുടെ വീട്ടിൽ നിന്ന് വെള്ളം എടുത്തോളാൻ സമ്മതിച്ചു. ഇനി എപ്പോ വേണമെങ്കിലും അങ്ങോട്ട് ചെന്നോളാൻ അനുവാദവും തന്നു. ഓഹോ, രക്ഷപ്പെട്ടല്ലോ. അപ്പൊ വെള്ളത്തിന്റെ പ്രശ്നം തീർന്നു. ഇനി ഭക്ഷണത്തിന്റെ പ്രശ്നം കൂടി തീർന്ന സുഖമായല്ലോ. ഇപ്പൊ എന്ത് തോന്നുന്നു? എന്ത്? അല്ല, പ്രശസ്തനായ ഡോക്ടറാണല്ലോ മോൻ. അങ്ങനെ ഒരു ഡോക്ടറിന്റെ അമ്മ ഈ ഒരു അവസ്ഥയിലാണെന്ന് ഓർക്കുമ്പോ വല്ലാത്തൊരു മനസ്താപം തോന്നുന്നില്ലേ? ഒട്ടും തോന്നുന്നില്ല. എനിക്കെങ്ങനെ ഉണ്ടെന്ന് നീ ഒട്ട് വിഷമിക്കുകയും വേണ്ട. ഇതുപോലെയുള്ള ആളുകൾ നമ്മുടെ കൂടെ താമസിക്കുന്നുണ്ടെങ്കിൽ ഇതല്ല ഇതിലപ്പുറവും സംഭവിക്കും. എല്ലാം സ്വയം വരുത്തി വെച്ചിട്ട് ഇപ്പൊ കുറ്റം മുഴുവൻ എനിക്ക്. നിർത്തടി. ന്യായീകരിച്ചത് മതി. എന്റെ മോനും ഞാനും പാവങ്ങളായതുകൊണ്ടാ നീ ഇങ്ങനെ ഞെളിഞ്ഞു നിന്ന് പ്രസംഗിക്കുന്നത്. നിന്നെ പോലെ ആയിരുന്നു ഞങ്ങളെങ്കിലേ ഇങ്ങനെ നിന്ന് സംസാരിക്കാൻ നീ ഉണ്ടാവില്ലായിരുന്നു. അങ്ങനെ പറയുന്നത് ശരിയാണോ? ശരിയും തെറ്റുമൊക്കെ തീരുമാനിക്കാൻ നീ ആരാടി? കച്ചവടം നടത്താൻ വന്നിട്ടുണ്ടെങ്കിലേ അത് നടത്തിയിട്ട് പൊയ്ക്കൊള്ളണം. എന്നെ വിസ്തരിക്കാൻ വന്നാലുണ്ടല്ലോ, ഇതുപോലുള്ള ആളുകളുമായിട്ട് കൂട്ടുകൂടിക്കോ. അവസാനം തെണ്ടേണ്ടി വരും. അന്ന് ആരും ഉണ്ടാവില്ല സഹായിക്കാൻ. ഇപ്പൊ നിങ്ങൾ തെണ്ടുന്ന പോലെ അല്ലേ? അതേടി, ഞാനിപ്പോ തെണ്ടി തന്നെയാ ജീവിക്കുന്നത്. ഈ വെള്ളം പോലും അങ്ങനെ കിട്ടിയതാ. അതിന്റെ കാരണക്കാരൊക്കെയാണെന്ന് അറിയാലോ. എല്ലാത്തിനും കണക്ക് ചോദിക്കുന്ന ഒരു ദിവസം വരുവടി. അന്ന് കൂട്ടിയും കിഴിച്ചും ഉത്തരം പറയേണ്ടി വരുമ്പോ മുട്ടിടിക്കാൻ പോകുന്നത് എനിക്കായിരിക്കില്ല. ബാക്കി നമുക്ക് അപ്പ സംസാരിക്കാം. വരട്ടെ പലിശക്കാരി. അഹങ്കാരം അല്ലേ പൊന്നുമണി? അതെ, തോറ്റ് തൊപ്പിയിട്ട് നിൽക്കുക. എന്നിട്ടും വീറിനും വാശിക്കൊന്നും ഒരു കുറവുമില്ല. മനോഹര, ആ പ്രഭാവതിയെ കണ്ടോ? ഇല്ല. അവൾ എങ്ങോട്ടായി പോയത്? ഓ, അവരെങ്ങോട്ടെങ്കിലും പോട്ടെ, അതിന് അമ്മയ്ക്ക് എന്നാ? ഒന്നും ഉണ്ടായിട്ടല്ല. സാധാരണ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ടാ പോകുന്നേ. ഇന്നത് ചെയ്തില്ല, അതുകൊണ്ട് അങ്ങ് ചോദിച്ചതാ. അവരുടെ മോനില്ലേ ശരത്ത്, അവനോട് പോയി ഓ, ചോദിക്കും. അവനെയും കാണാനില്ല. ചിലപ്പോ രണ്ടുപേരും കൂടെ ഒരുമിച്ചായിരിക്കും പോയത്. എന്നാലും എവിടേക്കായിരിക്കും പോയത്? ആ, വരട്ടെ, വരുമ്പോ അറിയാലോ. എന്താ സാറേ വിളിച്ചത്? സാറെന്താ അകത്തോട്ട് വരാത്തെ? ഈ നശിച്ച വണ്ടി കാരണം സ്വന്തം ആവശ്യത്തിന് വേണ്ടി വേറെ വണ്ടി എപ്പോ എടുക്കേണ്ട അവസ്ഥയാണ്. ഞാൻ എന്ത് ചെയ്യാനാ സാറേ? സാർ ശ്രമിക്കും മാത്രമേ കാർ സ്റ്റാർട്ട് ആവാതിരിക്കുന്നുള്ളൂ. അതിനെനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് തന്നെയാ പറഞ്ഞ എന്റെ ഗതികേടാണ്. എനിക്കൊരു ഉപകാരം ചെയ്തു തരാൻ പറ്റും. ഒരു വണ്ടി അറേഞ്ച് ചെയ്ത് തരാൻ പറ്റും, അത്യാവശ്യം. വണ്ടി അറേഞ്ച് ചെയ്യാന്നൊക്കെ പറയുമ്പോ, അല്ല, ഇവിടെ പണിയാൻ കൊണ്ടുവന്ന ഏതെങ്കിലും വണ്ടി വന്നാലും മതി. ഞാൻ കൊണ്ടുപോയിട്ട് അതുപോലും തിരിച്ചുകൊണ്ടു തരാം. അതെങ്ങനെ നടക്കും സാറേ? അതിന്റെ ഓണർമാർ സമ്മതിക്കണ്ടേ? ഓണർമാർ അറിയണ്ട. അപ്പോഴോ? ഓണർമാർ അറിയാതെ എന്റെ റിസ്കിൽ കാർ ആരാനോ? അത് നടക്കില്ല സാറേ, ഞാൻ അങ്ങനെ ചെയ്യില്ല. എന്തെങ്കിലും പറ്റിയാലേ ഞാൻ സമാധാനം പറയേണ്ടി വരും. ഒന്നും പറ്റില്ല. അവിടെ എപ്പോഴാണ് സംഭവിക്കുന്നത് ആർക്ക് പറയാൻ പറ്റും? നടക്കുന്നൊരു കാര്യം പറയാം. ഏതെങ്കിലും ഡ്രൈവറെ കൊണ്ടുവന്ന് സാറിന്റെ കാർ എടുത്താൽ പോരെ? അത് വേണ്ട, ശരിയാവില്ല. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, റെന്റിൽ കാർ ഇട്ടോലോ, അതെടുത്താലും മതിയല്ലോ. അതും ശരിയാവില്ല. ആ, സാരമില്ല, ഞാൻ വേറെ എന്തെങ്കിലും വഴി നോക്കിക്കോളാം. എനിക്ക് ഉപയോഗമില്ലാത്ത ആ കാറ് നീ ഒന്ന് പെട്ടെന്ന് വിറ്റ് തന്നാൽ മാത്രം മതി. കച്ചവടം ഉടനെ നടക്കും. എന്നാ ശരി സാറേ, കുറച്ച് പണി കൂടുതലാ, ഇന്നൊരു വണ്ടി എടുക്കേണ്ട. ശരി ശരി.
ഹലോ ശരത്തെ എനിക്കൊരു അത്യാവശ്യം ഉണ്ടല്ലോ വക്കീലെ.